ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്, നമ്മുടെ മസ്ക ബന്ന്. ഇതിപ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് കൊച്ചിയിലും കോഴിക്കോടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇതാ മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ല പോലെ മിക്സാക്കി എടുക്കാം. നല്ല പോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബീറ്റർ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഫുള്ള് മിക്സാക്കി എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇറാനി ചായ ഒന്നുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, കടുപ്പത്തിന് ആവശ്യമുള്ള ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഇതാ പാലിന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു കവർ പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒരു പകുതി ആകുന്നത് വരെ നമുക്കിത് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. പിന്നെ ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ബന്ന് എടുക്കുക. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ക്രീം ഒന്ന് ഫുള്ളായിട്ട് ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ക്രീം ആക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ ഇതാ അത് അടച്ചിട്ട് അതിൻ്റെ സൈഡിലും കൂടി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കിട്ടണം കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ബന്നും കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇത് നല്ല ചൂട് ബന്നാണ് വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു സാധനം. അങ്ങനെ പിന്നെ ഇതാ ഞാൻ എല്ലാ ബന്നും കൂടി അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ പാലും ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ കുക്കർ 3 വിസിൽ വന്നപ്പോൾ ഓഫാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓഫാക്കി ആ ചായ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് എടുക്കുക, ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മുടെ ചായയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടാ. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ ഇതാ ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ ബന്നിത ഫസ്റ്റ് ചായയിൽ മുക്കാതെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. കാരണം എനിക്ക് ബട്ടർ ഓവർ ഇഷ്ടമല്ലാത്ത ആളാണ്, പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിങ്ങനെ കഴിച്ചാൽ പോരാട്ടാ, ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത് നല്ല അടിപൊളി ചായയിൽ ടിപ്പ് ചെയ്തിട്ട് തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.